ധരിച്ച് രോഹിണി നാളുള്ള ആളെ കണി കാണുന്നത് നല്ലതായിരിക്കും. ഹലോ, ആര്? മുത്തശ്ശി മനു, വീട് വൃത്തിയാക്കാൻ വന്നതാ. മോന്റെ നാളെന്തോന്ന്? രോഹിണി. യാതുള്ള ഡ്രസ് ഇട്ടേക്കണ? ഓറഞ്ച്. കൊഞ്ചൻ, ഈ കണി ഇറക്കി എണിയാവാതിരുന്നാ മതി. എന്റെ കൃഷ്ണ, പണി തുടങ്ങിയോ? എന്തൊക്കെ വിശേഷം? കണ്ണിനിപ്പൊ തീരെ കാഴ്ചയിലടാക്കളെ. പ്രായം മധുര 18 അല്ലല്ലോ, 19 ആയില്ലേ? തിമിരത്തിന്റെ ആരംഭമായിരിക്കും. മക്കളെ, ആ മൂലയില് കുറച്ച് പൊടി ഇരിക്കണം, അതും കൂടെ അടിച്ചു കളഞ്ഞാണ്. കണ്ണിനൊന്നൊരു കുരുവില്ലല്ലോ. എടാ മക്കളെ, ഇതാണ് കൃഷ്ണന്റെ വിഗ്രഹം. അയ്യോ, ഇത് കൃഷ്ണനായിരുന്നു. ഞാൻ യേശുവിനെ കുരിശ് വരച്ചാണ്. കളിയാക്കാതെ ഇറക്കാ, എന്റെ ദൈവകോപം കിട്ടും. നാളെ വിഷയമായിട്ട് നീ കണിയാണുള്ള വിഗ്രഹമാണ്. നീ ഇതിനൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എനിക്ക് തരണം. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇതിന് ഏകദേശം ഇപ്പൊ 100 കോടി രൂപയുടെ മൂല്യമുണ്ട്. ഇതിനെന്തേലും പോറല് പറ്റിയ നിന്റെ ദേഹത്ത് ഞാൻ പോറല് വീഴ്ത്തും. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഇതിനിട്ട് തടവിക്കൊണ്ടിരിക്കുന്ന ബാക്കി പോയി ആരാണ് ഹെൽപ്പ് ചെയ്താണ്? അയ്യോ, ഇത് അമ്മച്ചി വൃത്തിയാക്കാൻ തന്നത്. ഇങ്ങോട്ടെടുത്താണ്, ഞാൻ വൃത്തിയായിക്കോളാം. അപ്പോ ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ല പൈങ്കിളി. അതിനോണ്ണ ആ ചെറുക്കനെ കൊണ്ട് പറ്റിയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. യവനെയൊക്കെ കൊണ്ട് മക്കളെ, എന്റെ കൃഷ്ണനെ വൃത്തിയാക്കിയാ? ഓ അമ്മച്ചി വൃത്തിയാക്കി, ഇപ്പൊ കൊണ്ടുവരാം. രാവിലെ തുടങ്ങിയ പണിയാണ്, രാത്രിയായി. ഈ പൈസ വേണ്ട പോവല്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ജനാർദ്ദന, ജനാർദ്ദന, ജനാർദ്ദന. അയ്യോ അണ്ണാ, എന്താ അണ്ണാ കൃഷ്ണനെ കാണാനില്ല. അവിടെ കഴിവിച്ചിട്ട് പോയതല്ലേ? പിന്നെ അതവിടെ പോയി. ആ പോണേ പോട്ടെ, 300 രൂപ ഗ്യാസല്ലേ? 300 ഗുണവയാ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനമാണ് അണ്ണാ. 100 കോടിയോളം മൂല്യമുണ്ട്. ആ കിളവി എങ്ങാനും അറിഞ്ഞോണ്ടല്ല നമ്മളെ കൊല്ലും. അയ്യോ, കൃഷ്ണ എവിടെ പോയാ? കൃഷ്ണ അലിഞ്ഞു പോയി.